നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണത്തല നേർച്ച വർണ്ണാഭം. നിരവധി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നേർച്ചയിലെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ച ജാറമംഗണത്തിലെത്തി കൊടിയേറ്റം നടത്തി. ആഘോഷത്തിൽ പങ്കാളികളാകുന്നത് ആയിരങ്ങൾ. CPM-നേക്കാൾ കൂടുതൽ വനിതാ നേതാക്കൾ ഉള്ളത് BJP-ക്കാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റായി നിവേദിത സുബ്രഹ്മണ്യൻ ചുമതലയേറ്റു. കാപ്പ നിയമം ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കരിക്കാട് സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടാരക്കുന്നത്ത് വീട്ടിൽ 30 വയസ്സുള്ള ഷിഹാബിനെയാണ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. മണത്തല നേർച്ച വർണ്ണാഭം. നിരവധി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മണത്തല നേർച്ചയിലെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ച ജാറമംഗളത്തിലെത്തി കൊടിയേറ്റം നടത്തി. മണത്തല അംശത്തിന്റെ ഭരണാധികാരിയായിരുന്ന ഷഹീദ് ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ഭൗതിക ശരീരം അലങ്കരിച്ച താബൂത്തിൽ ആനയും വാദ്യമേളങ്ങളുമായി നാട് ചുറ്റി മണത്തല പള്ളി ഖബർസ്ഥാനിൽ ആചാര ബഹുമതികളോടെ ഖബറടക്കിയതിന്റെ സ്മരണ ഉണർത്തുന്നതാണ് താബൂത്ത് കാഴ്ച. നേർച്ചയുടെ രണ്ടാം ദിനമായ ചൊവ്വാഴ്ച കാലത്ത് 8 മണിക്ക് ദഫ്, ബാൻഡ് വാദ്യം, തമ്പോലം, ചെണ്ട, മുട്ടുംവിളി, ആനകൾ എന്നിവയോടെ തെക്കഞ്ചേരിയിൽ നിന്നാണ് കാഴ്ച പുറപ്പെട്ടത്. തുടർന്ന് വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എത്തുന്ന കൊടികയറ്റ കാഴ്ച ജാറമംഗണത്തിലെത്തി കൊടിയേറ്റം നടത്തി. മണത്തല നേർച്ചയുമായി മമ്മിയൂർ മൂത്തോടത്ത് മന ബാബുവിന് 6 പതിറ്റാണ്ടിലധികം നീണ്ട മതമൈത്രിയുടെ ബന്ധമുണ്ട്. 61 വർഷം തുടർച്ചയായി ഷഹീദ് ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ജാറത്തിൽ തിരികത്തിച്ച് താബൂത്ത് കാഴ്ചയ്ക്ക് അകമ്പടി സേവിച്ചു വരികയാണ് ബാബുവും കുടുംബവും. തന്റെ മുതുമുത്തച്ഛന്മാരുമായുള്ള അടുപ്പം മൂലം അക്കാലത്ത് ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ നാലകത്ത് ചാന്തിപ്പുറത്ത് കുടുംബവും ബാബുവിന്റെ മൂത്തേടത്തുമന കുടുംബവും നല്ല അടുപ്പത്തിലായിരുന്നു. ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ വീരമൃത്യുവിന് ശേഷം ബാബുവിന്റെ കുടുംബാംഗത്തിന്റെ സംസ്കാരം നടത്തിയത് ജാറത്തിനടുത്തുള്ള നിലവിലെ താണിമര ചുവട്ടിലാണ്. താബൂത്ത് കാഴ്ചയ്ക്ക് മുന്നിൽ പനിനീർ വെള്ളം തളിച്ച് കാഴ്ചയെ അനുഗമിക്കുന്നത് ബാബുവിന്റെ പിതാക്കന്മാരായി തുടങ്ങിവെച്ചതാണ്. പ്രവാസ ജീവിതം തുടരുമ്പോഴും എല്ലാ വർഷവും നേർച്ചയുടെ സമയമാകുമ്പോൾ അവധിയെടുത്ത് നാട്ടിലെത്തിയിരുന്ന ബാബു താബൂത്ത് കാഴ്ച പുറപ്പെടുമ്പോൾ ഭക്തി ആദരപൂർവ്വം തന്റേതായ പ്രാർത്ഥന നടത്തി താബൂത്തിനു മുന്നിൽ പനിനീർ തെളിച്ച് മുന്നിൽ നിൽക്കും. താബൂത്ത് ജാറത്തിൽ എത്തിച്ചേർന്നതിനു ശേഷം ആദ്യ തിരി കത്തിച്ചതിനു ശേഷമാണ് മടങ്ങുക. സ്പെയർ പാർട്സ് കച്ചവടം നടത്തുന്ന ഏക മകൻ മിഥുനും പിന്തുണയുമായി ബാബുവിനൊപ്പം ഉണ്ടായിരുന്നു. മണത്തല ചന്ദ്രക്കുടം നേർച്ചയുടെ പ്രധാന കാഴ്ചകളിലൊന്നായ കൊടികയറ്റ കാഴ്ച കാണുവാൻ പള്ളിയങ്കണത്തിലേക്ക് നിരവധി പേരാണ് എത്തിയത്. ദേശത്തിന്റെ 3 ഭാഗങ്ങളിൽ നിന്നായി വിവിധ വാദ്യമേളങ്ങളുടെയും ദഫ്, അറബന, കോൽക്കളി, ആനകൾ എന്നിവയുടെ അകമ്പടിയോടുകൂടിയായിരുന്നു കൊടിയേറ്റ കാഴ്ച ജാറമംഗണത്തിലെത്തിയത്. വഞ്ചിക്കടവ് മുസ്തഫയുടെയും പുത്തൻകടപ്പുറം സുലൈമാൻ, ബ്ലാങ്ങാട് ബീച്ച് സുബേർ എന്നിവയുടെ നേതൃത്വത്തിലുള്ള കൊടികയറ്റ കാഴ്ചകൾ 12 മണിക്ക് മുൻപ് മണത്തല പള്ളിക്ക് മുൻപിൽ സംഗമിക്കുകയും 12 മണിക്ക് ജാറമംഗണത്തിലെത്തി കൊടിയേറ്റം നടത്തുകയും ചെയ്തിരുന്നു. വലിയ ജനക്കൂട്ടമാണ് ആഘോഷങ്ങൾ നേരിൽ കാണുവാൻ മണത്തലയിലേക്ക് ഒഴുകിയെത്തിയത്. മണത്തല നേർച്ചയുടെ സമാപനത്തിന്റെ ഭാഗമായി ദേശനിവാസികൾക്കായി നാദവർണ്ണ വിസ്മയം തീർക്കാൻ ടീം വർണ്ണമഴ മണത്തല ഒരുങ്ങിയതായി ഭാരവാഹികൾ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് 7 മണി മുതൽ രാത്രി 10 മണി വരെയാണ് മണത്തലയിൽ നാദവർണ്ണ വിസ്മയം ഒരുക്കുക. ടീം വർണ്ണമഴ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള 100ഓളം പ്രവർത്തകരാണ് 10 വർഷമായി നേർച്ചയിൽ വർണ്ണമഴ ഒരുക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് 51-ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന വാദ്യവിസ്മയവും ദഫ്മുട്ട്, അർബനമുട്ട് എന്നിവയും ഉണ്ടാകും. തുടർന്ന് വർണ്ണമനോഹരമായ ഫാൻസി വെടിക്കെട്ടും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികളായ ഷുക്കൂർ ചാവക്കാട്, PK മുഹമ്മദ്, MV അബ്ദു തെരുവത്ത്, ഷിഹാബ് ചീനാമ്പുള്ളി, ഷെരീഫ് ചീനാമ്പുള്ളി, സൈഫുദ്ദീൻ സംസം, യൂനസ് പാലയൂർ, അഷ്റഫ് കൊപ്പര, റഷീദ് ബാവ, വാർഡ് കൗൺസിലർ ഫൈസൽ കാനാമ്പുള്ളി തുടങ്ങിയവർ അറിയിച്ചു. 10 വർഷമായി ടീം വർണ്ണമഴ മകരം 16-ന് രാത്രിയിൽ നടത്തുന്ന അതിഗംഭീര വർണ്ണമഴ ഇക്കൊല്ലവും വളരെ ഗംഭീരമായിട്ട് തന്നെ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ നമ്മൾ 29-ാം തീയതി 7 മണിക്ക് പരിപാടികൾ ആരംഭിക്കും.
വൈശാഖ് പള്ളിപ്പുറത്തിൻ്റെ അതിഗംഭീരമായ മേള നാദങ്ങളോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. പാണ്ടിമേളമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 51 പരം കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട്. ഇത് ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ളതാണ്. ഇതിന് അങ്ങനെ ഭാരവാഹികളോ ഒന്നുമില്ല, ഒരു ടീമായിട്ടാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. മറ്റു വാർത്തകൾ. കേരളം 20 വർഷത്തിനകം മെട്രോ നഗരമാകുമെന്ന് സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ ജിജു പി അലക്സ് പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയുടെ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ മറ്റിടങ്ങളിൽ ജനങ്ങൾ നഗരങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ കേരളത്തിൽ ഗ്രാമങ്ങൾ നഗര സ്വഭാവം ആർജിക്കുകയാണെന്നും ജിജു പി അലക്സ് കൂട്ടിച്ചേർത്തു. ടൗൺ ഹാളിൽ നടന്ന സെമിനാറിൽ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ശിവദാസൻ ആമുഖ പ്രഭാഷണം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ഷഫീർ പദ്ധതി രേഖ അവതരിപ്പിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, എസ് മനോജ്, എ സായിനാഥൻ, സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പാലപ്പെട്ടിയിൽ വീട് അടിച്ചു തകർത്ത സംഭവം കാപ്പ കേസ് പ്രതികൾ ഉൾപ്പെടെ 5 പേർ പോലീസ് പിടിയിലായി. പാലപ്പെട്ടി സ്വദേശികളായ മരക്കാരകത്ത് നൌഷാദ്, ആലുങ്ങൽ റാഫി, ആലുങ്ങൽ ഹിദായത്തുള്ള, ചോഴിയരകത്ത് ഷാഹുൽ ഹമീദ്, ചോഴിയരകത്ത് സക്കീർ എന്നിവരെയാണ് മലപ്പുറം SP വിശ്വനാഥിന്റെ മേൽനോട്ടത്തിൽ DYSP ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പെരുമ്പടപ്പ് സർക്കിൾ ഇൻസ്പെക്ടർ CV ബിജു, സബ് ഇൻസ്പെക്ടർമാരായ ഡേവിസ്, വിജു എന്നിവരടങ്ങുന്ന സംഘം പിടികൂടിയത്. കഴിഞ്ഞ 21-ാം തീയതി ഉച്ചയോടെയാണ് മരക്കാരകത്ത് ഷംസുദ്ദീന്റെ തറവാട്ടു വീട്ടിൽ അതിക്രമിച്ചു കയറി വീടും സമീപത്തു നിർത്തിയിട്ടിരുന്ന കാറും അടിച്ചു തകർത്തത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. അക്രമത്തിൽ ഷംസുദ്ദീന്റെ മാതാവിനും സഹോദരിക്കും സഹോദരിയുടെ ഭർത്താവിനും പരിക്കേറ്റിരുന്നു. സംഭവത്തിനു ശേഷം പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. സംഭവത്തിൽ ഇനിയും 2 പേരെ കൂടി പിടികൂടാനുണ്ട്. പോലീസ് പിടികൂടിയ പ്രതി ഹിദായത്തുള്ളയും ഒളിവിൽ കഴിയുന്ന ഒരു പ്രതിയും കാപ്പ കേസ് പ്രതികളാണ്. ആലുങ്ങൽ റാഫി ഗുണ്ടാപട്ടികയിലുള്ള വ്യക്തിയാണെന്നും പോലീസ് പറഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് ഷംസുദ്ദീന്റെ പാലപ്പെട്ടി ആശുപത്രിക്കടുത്ത് ദേശീയപാതയോരത്തുള്ള വീട്ടിൽ കാർ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറുകൾ കത്തിച്ച സംഭവത്തിൽ ഈ പ്രതികൾക്ക് പങ്കുള്ളതായി സംശയിക്കുന്നതായി പോലീസ് പറയുന്നു. ഷംസുദ്ദീന്റെ പിതാവിന്റെ സഹോദരന്റെ മകൻ മരക്കാരകത്ത് നൌഷാദിന്റെ നേതൃത്വത്തിലായിരുന്നു വീടും കാറും അടിച്ചു തകർത്തത്. പ്രവാസി വ്യവസായി കൂടിയായ ഷംസുദ്ദീന്റെ വിദേശത്തെ വാതക കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു നൌഷാദ്. ഇവിടെ വെച്ച് സാമ്പത്തിക ക്രമക്കേടുകൾ കാരണം കമ്പനിയിൽ നിന്ന് നൌഷാദിനെ ഒഴിവാക്കുകയും ഇതു സംബന്ധിച്ച് പരാതി നൽകുകയും ചെയ്തിരുന്നു. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ചുള്ള ഷംസുദ്ദീന്റെ പരാതിയിൽ നൌഷാദിനെതിരെ വിദേശത്ത് നിലവിൽ കേസ് നടക്കുന്നുണ്ട്. ഇതു സംബന്ധിച്ചുള്ള വിരോധമാകാം അക്രമത്തിന് പിന്നിലെന്നാണ് പോലീസ് കരുതുന്നത്. മറ്റു പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. പ്രതികളെ പിടികൂടുന്നതിന് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ K ഉദയകുമാർ, വിഷ്ണു നാരായണൻ, ജെറോം, ഗിരീഷ്, ശ്രീകുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. മറ്റം കടവല്ലൂരിൽ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി കണ്ടക്ടർക്ക് പരിക്ക്. മറ്റം തൃശൂർ റൂട്ടിലോടുന്ന ജഗന്നാഥൻ ബസ്സിലെ കണ്ടക്ടർ ധനേഷിനാണ് പരിക്കേറ്റത്. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റായി നിവേദിത സുബ്രഹ്മണ്യൻ ചുമതലയേറ്റു. ഗുരുവായൂർ രുക്മണി റീജൻസിയിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM-നേക്കാൾ കൂടുതൽ വനിതാ നേതാക്കളുള്ളത് BJPക്കാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. BJPയുടെ മണ്ഡലം പ്രസിഡന്റ് പ്രഖ്യാപനം പൂർത്തിയായിട്ടില്ലെന്നും നിലവിലെ 269 പേരിൽ 34 പേരും വനിതകളാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM-ന് ഏരിയ സെക്രട്ടറിമാരായി 2 വനിതകൾ മാത്രമുള്ളപ്പോൾ BJPക്ക് 34 മണ്ഡലം പ്രസിഡന്റുമാർ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അസിസ്റ്റന്റ് വരണാധികാരി KR അനീഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, നേതാക്കളായ സുജയ് സേനൻ, IN രാജേഷ്, ദയാനന്ദൻ മാമ്പുള്ളി, അനിൽ മഞ്ചറമ്പത്ത്, ധന്യ രാമചന്ദ്രൻ, സബീഷ് മരതയൂർ, PK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റിനെ പ്രവർത്തകർ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരെ വനിതാ അധ്യക്ഷന്മാരായിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മുടെ മണ്ഡലം പ്രസിഡന്റുമാരുടെ എല്ലാം പൂർത്തിയായിട്ടില്ല. 269 മണ്ഡലം പ്രസിഡന്റുമാരെ പൂർത്തിയായിട്ടുണ്ട്. അതിൽ 34 പേർ വനിതകളാണ്, സഹോദരിമാർ. അവർക്ക് 2 ഏരിയ സെക്രട്ടറിമാരെ വനിതകളായിട്ടുള്ളൂ. BJPക്ക് 34 പേർ മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുണ്ട്. ഞാൻ പറയുന്നതിലധികം നിവേദിത സുബ്രഹ്മണ്യം.
BJP തൃശൂർ നോർത്ത് ജില്ല ഇനി നിവേദിത സുബ്രഹ്മണ്യന്റെ കൈകളിൽ ഭദ്രം. കുട്ടിക്കാലത്തെ രാഷ്ട്രീയത്തിലൂടെ പിച്ചവെച്ചു വന്ന ഇവർ നേതൃത്വ പാടവം കൊണ്ട് കരുത്തു തെളിയിച്ച വനിതാ നേതാവാണ്. കേരളം മുഴുവൻ അറിയപ്പെടുന്ന BJP നേതാവാണ് ഗുരുവായൂർ സ്വദേശിയായ നിവേദിത സുബ്രഹ്മണ്യൻ. മികച്ച പ്രഭാഷകയുമാണ്. LLM, MBA ബിരുദങ്ങൾ നേടിയിട്ടുള്ള ഇവർ ചാവക്കാട് ബാറിലെ അഭിഭാഷകയാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അമ്മ രാധാ ബാലകൃഷ്ണനൊപ്പം 5 വയസ്സുകാരിയായിരുന്ന നിവേദിതയും ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ശബരിമല പ്രക്ഷോഭത്തിന്റെ ഭാഗമായും ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. 2 തവണ മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി, മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഇക്കാലത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രഭാഷണം നടത്തി വാക്ചാതുര്യം കൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത തൃശൂരിൽ നടന്ന മഹിളാ സംഗമത്തിന്റെ പ്രധാന സംഘാടകയായിരുന്നു. ഗുരുവായൂർ അസംബ്ലി മണ്ഡലത്തിലും പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലും BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. അഭിഭാഷക ജോലി തൽക്കാലം മാറ്റിവെച്ച് പാർട്ടിയിൽ സജീവമാകാനുള്ള നീക്കത്തിലാണ്. ഗുരുവായൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി, ചേലക്കര അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ നോർത്ത് ജില്ല. ആദ്യകാല RSS നേതാവ് ബാലകൃഷ്ണൻ നായരുടെയും മഹിളാ മോർച്ച പ്രസിഡന്റായിരുന്ന രാധാ ബാലകൃഷ്ണന്റെയും മകളാണ്. പരേതനായ പടിക്കൽ സുബ്രഹ്മണ്യനാണ് ഭർത്താവ്. അർജുൻ, അശ്വതി, ആതിര എന്നിവർ മക്കളാണ്. കാപ്പ നിയമം ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കരിക്കാട് സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടാരക്കുന്നത്ത് വീട്ടിൽ 30 വയസ്സുള്ള ഷിഹാബിനെയാണ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തൃശൂർ റേഞ്ച് DIGയുടെ ഉത്തരവിനെ തുടർന്ന് 6 മാസത്തേക്ക് പ്രതി ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിയിരുന്നു. വിലക്ക് ലംഘിച്ച ഇയാൾ ജില്ലയിൽ പ്രവേശിച്ചതായി പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പിടിയിലായത്. അയൽവാസിയായ ജിഷോയുടെ വീടിന്റെ ജനൽ ചില്ല് ഇയാൾ കഴിഞ്ഞ ദിവസം എറിഞ്ഞ് തകർത്തതായും പോലീസ് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച കലാമണ്ഡലം താമിയാശാൻ സ്മാരക മന്ദിരം നാടിന് സമർപ്പിച്ചു. പഞ്ചവാദ്യ രംഗത്ത് കടവലൂരിന്റെ യശസ് ഉയർത്തിയ കലാമണ്ഡലം താമിയാശാൻ വിദ്യാലയത്തിലെ വാദ്യകലാ അധ്യാപകൻ കൂടിയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 11-ന് ആലത്തൂർ MP K രാധാകൃഷ്ണൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഈ വർഷം സ്കൂളിൽ നിന്ന് പഞ്ചവാദ്യം അഭ്യസിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CK വിശ്വംഭരൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയകുമാർ പൂളയ്ക്കൽ, സ്കൂൾ PTA പ്രസിഡന്റ് VK മോഹനൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ V സുബൈദ, AK ഗോപാലകൃഷ്ണൻ, M സീമന്തിനി, സംസ്ഥാന സയൻസ് ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ R ധീരജ്, പഞ്ചവാദ്യ അധ്യാപകരായ വേലായുധൻ, സഞ്ജയൻ, രഞ്ജിത്ത്, ശ്യാം, രാജേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ഷേർലി പെലക്കാട്ട് സ്വാഗതവും പ്രിൻസിപ്പൽ ഇൻചാർജ് S സുഹാസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് പഞ്ചവാദ്യ പരിശീലനം നേടിയ കുട്ടികളുടെ അരങ്ങേറ്റവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. PK ബിജു MP ആയിരിക്കുമ്പോഴാണ് പ്രശസ്ത പഞ്ചവാദ്യ കലാകാരനും കടവല്ലൂർ ഹൈസ്കൂളിലെ പഞ്ചവാദ്യ അധ്യാപകനുമായ താമിയാശാന്റെ നാമധേയത്തിൽ സ്കൂൾ അങ്കണത്തിൽ സ്മാരകമന്ദിരം നിർമ്മിക്കാനായി തുക അനുവദിച്ചത്. ആർത്താറ്റ് ചാട്ടുകുളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികന് പരിക്കേറ്റു. തൃത്താല മുടുവന്നൂർ സ്വദേശി 25 വയസ്സുള്ള അഖിലിനാണ് പരിക്ക്. കുന്നംകുളം ഭാഗത്തുനിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും ചൊവ്വലൂർപ്പടി റോഡിൽ നിന്ന് ഗുരുവായൂർ റോഡിലേക്ക് കയറുകയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. മാസ്റ്റേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സീനിയർ നാഷണൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ജനുവരി 31 മുതൽ ഫെബ്രുവരി 3 വരെ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 30 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള പുരുഷ വനിതാ കായിക താരങ്ങളെ 13 വിഭാഗങ്ങളായി തിരിച്ച് 18 ഇനങ്ങളിൽ മത്സരം നടക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 2500-ൽ പരം മത്സരാർത്ഥികളാണ് ആകെ പങ്കെടുക്കുക. ജനുവരി 31 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കായിക വകുപ്പ് മന്ത്രി
വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. റവന്യൂ മന്ത്രി കെ രാജൻ, MLA AC മൊയ്തീൻ, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ എന്നിവർ പങ്കെടുക്കുമെന്ന് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ സെബാസ്റ്റ്യൻ ചൂണ്ടൽ, ജനറൽ കൺവീനർ രാജൻ ജോസഫ്, മീഡിയ കൺവീനർ S ഷാജി, സ്വാഗത സംഘം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡോക്ടർ ബേബി ശാലിനി എന്നിവർ അറിയിച്ചു. മുകളിലേക്ക് 100 വയസ്സ് വരെയുള്ള കഴിഞ്ഞ വർഷം 101 വയസ്സ് വരെയുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. നാഷണൽ ലെവലിലുള്ള ചാമ്പ്യൻഷിപ്പ് കുന്നംകുളത്ത് നടക്കുകയാണ്. കേരളത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് നാഷണൽ ലെവലിലുള്ള ചാമ്പ്യൻഷിപ്പ്. ഇന്ത്യയിൽ നിന്നുള്ള ഒരു 22 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എൻട്രി നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏഷ്യൻ ലെവലിൽ, വേൾഡ് ലെവലിലൊക്കെ മാസ്റ്റേഴ്സിൽ വെറ്ററൻസിൻ്റെ കൂട്ടത്തിൽ മെഡൽ വന്നിട്ടുള്ള ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ പഴയ ഒളിമ്പിക്സിലുണ്ടായിരുന്ന രാമേന്ദ്രൻ ലിജുവൊക്കെ നമ്മുടെ പാർട്ടിസിപ്പൻസ് ആണ്. ദേശീയ യോഗ കിരീടം ഗുരുവായൂർ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിന്. ഗോവയിൽ നടന്ന നാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 100ഓളം സ്കൂളുകളെ പിന്തള്ളിയാണ് സ്കൂൾ വിജയിച്ചത്. കേരളത്തെ പ്രതിനിധീകരിച്ച് സ്കൂളിൽ നിന്നും പങ്കെടുത്ത 28 കുട്ടികൾക്കും വിവിധ ഇനങ്ങളിലായി മെഡലുകൾ ലഭിച്ചു. വിജയികളായ കുട്ടികൾക്കും യോഗാധ്യാപിക അർച്ചന ടീച്ചർക്കും പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വീകരണം നൽകി. തൈക്കാട് ജംഗ്ഷനിൽ നിന്ന് വിജയികളെയും ആനയിച്ചുകൊണ്ടുള്ള വിജയ് റാലി എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ KP ശ്രീജിത്ത്, സിത്താര ധനനാഥ്, വൈസ് പ്രിൻസിപ്പൽ ബീജ VC, പ്രൈമറി HM ശരണ്യ ജിതേഷ്, അധ്യാപകരായ സിനി സന്തോഷ്, ലിസ, ബേസിൽ എന്നിവർ നേതൃത്വം നൽകി. അടുത്ത മാസം നേപ്പാളിൽ നടക്കുന്ന ഇന്റർനാഷണൽ യോഗ മത്സരത്തിൽ കുട്ടികൾ പങ്കെടുക്കും. C. ഉണ്ണിരാജ പുരസ്കാര സമർപ്പണം ചിറ്റഞ്ഞൂർ കോവിലകത്ത് നടന്നു. കേരളത്തിൽ മാർക്സിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും പാർട്ടി പ്രവർത്തകരെ പ്രത്യയശാസ്ത്രപരമായി ആയുധമണിയിക്കുന്നതിലും ഏറ്റവും വലിയ പങ്കുവഹിച്ച നേതാക്കളിൽ പ്രധാനിയായിരുന്നു C. ഉണ്ണിരാജയെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞു. പാർലമെന്ററി രാഷ്ട്രീയത്തോട് തികഞ്ഞ നിർമ്മമത പുലർത്തിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ ചിന്തയും എഴുത്തും വായനയുമായി സന്യാസതുല്യമായ ലളിത ജീവിതം ധീരതയോടെ സ്വയം വരിച്ച ഏവർക്കും മാതൃകയാക്കാവുന്ന ദക്ഷിണശാലിയായ വിപ്ലവകാരിയായിരുന്നു ഉണ്ണിരാജയെന്നും KK വത്സരാജ് കൂട്ടിച്ചേർത്തു. തൻ്റെ മാർഗം ഈ നാട്ടിലെ നിസ്വവർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് എന്ന് സ്വയം മനസ്സിലാക്കുകയും കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാന രംഗത്ത് സുപ്രധാനമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ തൻ്റെ കുടുംബത്തെ ആ സമുദായത്തിലെയും സമൂഹത്തിലെയും എല്ലാ തിന്മകൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ആളുകളാണ് ഇവരൊക്കെ. അവരുടെ പാത പിന്തുടർന്ന് അതിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകണം എന്ന് തീരുമാനിച്ചാണ് സഖാവ് ഉണ്ണിരാജ അദ്ദേഹത്തിൻ്റെ വഴി സ്വയം തിരഞ്ഞെടുക്കുന്നത്. CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ് അധ്യക്ഷത വഹിച്ചു. ഉണ്ണിരാജ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ചാവക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ SSLCക്ക് ഗണിതശാസ്ത്രത്തിൽ ഉയർന്ന മാർക്കു നേടിയ PR ആഗ്നേയ്, CJ ജോയൽ, TB സായികൃഷ്ണ എന്നീ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ഫലകവും നൽകി ആദരിച്ചു. CPI ജില്ലാ കൗൺസിൽ അംഗം CL സൈമൺ മാസ്റ്റർ, മണ്ഡലം സെക്രട്ടറി KT ഷാജൻ, ജില്ലാ കൗൺസിൽ അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത്, സീതാ വിക്രമൻ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പ്രൊജക്ട് 2023-2025 സീനിയർ ബാച്ചിലെ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സല്യൂട്ട് സ്വീകരിച്ചു. കുന്നംകുളം SI വൈശാഖ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തൃശൂർ ജില്ലാ SPC പ്രൊജക്ട് ADNO അനിൽ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, വാർഡ് മെമ്പർ ഷാജൻ KT, PTA പ്രസിഡന്റ് സാബു ഐനൂർ, സ്കൂൾ പ്രിൻസിപ്പൽ വെങ്കിട്ടമൂർത്തി, ഹെഡ് മിസ്ട്രസ് മേഴ്സി മാത്യു എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം CPO ശ്രീജേഷ് എമ്മൻ, ഗ്രീഷ്മ, SPC ഇൻചാർജ് അധ്യാപകരായ സുജേഷ്, അബ്സ അബ്ദുൾ എന്നിവർ കേഡറ്റുകളെ പരേഡിനായി സജ്ജമാക്കി. ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ സമ്മേളനങ്ങളുടെ ഭാഗമായുള്ള ചൂണ്ടൽ മണ്ഡലത്തിലെ കോൺഗ്രസ് വാർഡ് സമ്മേളനങ്ങൾ ആരംഭിച്ചു. BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭരണഘടന ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത ക്യാമ്പയിൻ്റെ ഭാഗമായി പതാക ഉയർത്തൽ, പുഷ്പാർച്ചന, അനുസ്മരണം, റാലി, പൊതുയോഗം, മുതിർന്ന പ്രവർത്തകരെ ആദരിക്കൽ, വാർഡ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് തുടങ്ങിയ പരിപാടികളോടെയാണ് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. കേച്ചേരി MK കുഞ്ഞിമോന്റെ വസതിയിൽ പ്രത്യേകം സജ്ജമാക്കിയ AK സേതു സാഹിബ് നഗറിൽ നടന്ന സമ്മേളനം മുൻ MLA PA മാധവൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് VM ഷാജഹാൻ അധ്യക്ഷനായി. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, ചൂണ്ടൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് RM ബഷീർ, കോൺഗ്രസ് നേതാക്കളായ P മാധവൻ, AM ജമാൽ, MM ഷംസുദ്ദീൻ, ആൻഡോ പോൾ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ, ഡൊമിനിക് ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു.
UP ഫാറൂഖ്, NV സുദർശനൻ, MG രാധാകൃഷ്ണൻ, UV ജമാൽ, OJ ലാസർ, MR ജോയ് എന്നിവർ നേതൃത്വം നൽകി. ജീവകാരുണ്യ സംഘടനയായ സുവിധം ഫൗണ്ടേഷൻ ഗുരുവായൂർ യൂണിറ്റ് കുടുംബസംഗമം കേരള ബാർ കൗൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് TS സജിത്ത് ഉദ്ഘാടനം ചെയ്തു. മാതാ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമത്തിൽ സുവിധം പ്രസിഡന്റ് PK സരസ്വതി അമ്മ അധ്യക്ഷത വഹിച്ചു. കടയിൽ മറന്നുവെച്ച സ്വർണ്ണാഭരണം ഉടമയെ കണ്ടെത്തി തിരികെ നൽകി മാതൃകയായ വ്യാപാരി CD ജോൺസനെ ആദരിച്ചു. 100ഓളം അമ്മമാർക്ക് പ്രതിമാസ പെൻഷൻ, ചികിത്സാ ധനസഹായം എന്നിവ നൽകി. മാധ്യമപ്രവർത്തകൻ K വിജയൻ മേനോൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. KHRA ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് OKR മണികണ്ഠൻ, സുവിധം സെക്രട്ടറി വരുണൻ കൊപ്പര, കോർഡിനേറ്റർ ബാലൻ വാർനാട്ട്, മാർട്ടിൻ ആന്റണി, ഡോക്ടർ C സുരേഷ് നായർ, എഴുത്തുകാരി സീമ നീലേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആധുനിക രീതിയിൽ നിർമ്മാണം നടക്കുന്ന ഇരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS സന്ദർശനം നടത്തി. പൂർത്തീകരിക്കാറായ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനു വേണ്ടിയാണ് കളക്ടർ സന്ദർശനം നടത്തിയത്. AC മൊയ്തീൻ MLA സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 2 കോടി രൂപ ഉപയോഗിച്ചാണ് ഗ്രൗണ്ട് നവീകരിക്കുന്നത്. മണ്ണും മണലും ഉപയോഗിച്ചുള്ള ഗ്രൗണ്ട് ലെവലിംഗ്, സിന്തറ്റിക് ലോങ് ജംപ് ട്രാക്ക്, ബാസ്കറ്റ് വോളിബോൾ കോർട്ടുകൾ, ചുറ്റുമതിൽ, ഫെൻസിംഗ്, ഡ്രൈനേജ്, സ്റ്റോർ റൂം, ഡ്രസ്സിംഗ് റൂം, ടോയ്ലറ്റ് തുടങ്ങിയവയാണ് പദ്ധതിയിലുള്ളത്. 2022 സെപ്റ്റംബറിലാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. പണികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനെ തുടർന്ന് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കളക്ടർ ഗ്രൗണ്ടിലെത്തി ഡിസംബറിൽ പൂർത്തീകരിക്കാൻ കരാറുകാരന് നിർദ്ദേശം നൽകിയിരുന്നു. നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തിയ കളക്ടർ കുട്ടികളുമായി പന്തുതട്ടിയാണ് മടങ്ങിയത്. പഞ്ചായത്ത് മെമ്പർമാരായ റീന വർഗീസ്, MK ജോസ്, MC ഐജു, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, SMC ചെയർമാൻ VS ശ്രീജൻ, പ്രിൻസിപ്പൽ ഷീബ ജോസ്, ഹെഡ്മിസ്ട്രസ് ബീന C ജേക്കബ്, മുൻ കായികാധ്യാപകൻ മുഹമ്മദ് ഹനീഫ, കായികാധ്യാപകൻ അഖിൽ എന്നിവരും സന്നിഹിതരായിരുന്നു. വടക്കാഞ്ചേരി അകമല വനത്തിൽ ചന്ദനമോഷണം. 5 ചന്ദനമരങ്ങളാണ് മുറിച്ചതായി കണ്ടെത്തിയത്. മരത്തിന്റെ കാതൽ മുറിച്ചുകൊണ്ട് പോവുകയും അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ച നിലയിലുമാണ്. പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് മോഷണം നടന്നത്. ഈ സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന കണ്ടംചിറ വനപ്രദേശത്ത് മുമ്പ് ഇത്തരത്തിൽ ചന്ദനമോഷണം നടന്നിരുന്നു. ഫോറസ്റ്റ് അധികൃതർ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൃഷി, തൊഴിൽ, ഗ്രാമവികസനം, ആരോഗ്യം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കടങ്ങോട് പഞ്ചായത്ത് വികസന സെമിനാർ. 2025-2026 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി നടന്ന സെമിനാറിൽ നിരവധി വികസന നിർദ്ദേശങ്ങൾ ഉയർന്നു. വികസന സെമിനാറിന് മുന്നോടിയായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേരുകയും ലഭ്യമായ നിർദ്ദേശങ്ങൾ ഗ്രാമപഞ്ചായത്തിലെ 18 ഗ്രാമസഭാ യോഗങ്ങളിൽ അവതരിപ്പിച്ച് ഇവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് കരട് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. കടങ്ങോട്, ചിറമനേങ്ങാട്, ഈയാൽ എന്നീ 3 വില്ലേജിൽ കളിസ്ഥലം വാങ്ങൽ, സീനിയർ ഗ്രൗണ്ട് വികസനം, സീനിയർ ഗ്രൗണ്ടിന് കവാടം, ഗാലറി നിർമ്മാണം, ഓപ്പൺ ജിം, വനിതാ ജിം ഉപകരണങ്ങൾ വാങ്ങൽ, അങ്കണവാടിക്ക് സ്ഥലം വാങ്ങൽ, കടങ്ങോട് സ്കൂളിൽ ക്ലാസ് റൂം നിർമ്മാണം, വിധവകളുടെ പെൺമക്കൾക്കുള്ള വിവാഹധന സഹായം, നെൽകൃഷി വികസനം, തെങ്ങ് കൃഷി വികസനം, പച്ചക്കറി കൃഷി, തേനീച്ച കൃഷി, ട്രാക്ടർ റാമ്പ് നിർമ്മാണം തുടങ്ങിയ നിരവധി പദ്ധതികൾ കാർഷിക മേഖലയിലും നടപ്പാക്കും. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, വെറ്റിനറി ആശുപത്രികൾ, അങ്കണവാടികൾ എന്നിവയ്ക്ക് സഹായം നൽകും. വികസന സെമിനാർ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജന്റെ അധ്യക്ഷതയിൽ ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ കരട് പദ്ധതിരേഖ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അരവിന്ദാക്ഷനു നൽകി പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി, ബ്ലോക്ക് മെമ്പർ KK മണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ TP ലോറൻസ്, ബീന രമേശ്, പഞ്ചായത്ത് മെമ്പർമാർ CDS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, PS പ്രസാദ്, E ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ സ്വാഗതവും സെക്രട്ടറി K മായാദേവി നന്ദിയും പറഞ്ഞു. കടയിൽ മറന്നുവെച്ച സ്വർണ്ണാഭരണം ഉടമയെ കണ്ടെത്തി തിരികെ നൽകിയ വ്യാപാരി CD ജോൺസനെ വ്യാപാരി വ്യവസായ സമിതി ആദരിച്ചു. ഗുരുവായൂർ യൂണിറ്റ് സംഘടിപ്പിച്ച സമാദരണ സദസ്സ് ഗുരുവായൂർ പോലീസ് SHO C പ്രേമാനന്ദ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി PA അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോഫി കുര്യൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. നോവലിസ്റ്റ് മുണ്ടറക്കോട് ചന്ദ്രൻ, PV സന്തോഷ്, NK ലോറൻസ്, KB ഷൈജു, NS സഹദേവൻ, വത്സൻ കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. മിറാജ് ദിനത്തിന്റെ സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ നമസ്കാരം അവതരിപ്പിച്ചു നൽകി എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഈ ദിനത്തിലാണ്. ഇസ്ലാമിക കലണ്ടർ പ്രകാരം റജബ് 27-നാണ് മിറാജ് ദിനം. ഇസ്ലാമിക വിശ്വാസപ്രകാരം മുഹമ്മദ് നബി നടത്തിയ ഒരു രാത്രിയാത്രയാണ് ഇസ്രാഉം മിറാജും.
AD 621 പ്രവാചകൻ മക്കയിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് പ്രസ്തുത സംഭവം ഉണ്ടായത്. മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അക്സ വരെയുള്ള യാത്രയെ രാപ്രയാണം അഥവാ ഇസ്രാ എന്നും അവിടെ നിന്ന് 7 ആകാശങ്ങളടക്കമുള്ള അദൃശ്യലോകങ്ങൾ താണ്ടി അള്ളാഹു നിശ്ചയിച്ച പരിധിവരെയുള്ള പ്രയാണത്തെ മിറാജ് അഥവാ ആകാശാരോഹണമെന്നും പറയപ്പെടുന്നു. ഖുർആനിലെ 17-ാം അധ്യായമായ ഇസ്രാവും ചില ഹദീസുകളിലും ഈ യാത്രയെക്കുറിച്ച് പരാമർശമുണ്ട്. ബറാഖ് എന്ന വാഹനത്തിൽ റജബ് മാസത്തിലെ ഒരു രാത്രിയിൽ ജിബ്രീൽ മാലാഖ മുഹമ്മദ് നബിയെ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്നും ഫലസ്തീനിലെ മസ്ജിദുൽ അക്സയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതായും അവിടെ നിന്നും ചില ദൃഷ്ടാന്തങ്ങൾ കാണിക്കാനായി 7 ആകാശങ്ങളും താണ്ടി ഉപരിലോകത്തേക്ക് എത്തിച്ചു എന്നുമാണ് വിശ്വാസം. പൂർവികരായ പ്രവാചകന്മാർ പലരെയും നബി അവിടെ കാണുകയും പിന്നീട് ദൈവസന്നിധിയിലെത്തുകയും ചെയ്തു. അവിടെ വെച്ച് നബിക്കു ലഭിച്ച ചില സുപ്രധാന നിർദ്ദേശങ്ങളിലൊന്നാണ് ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട കർമ്മമായ 5 നേരത്തെ നമസ്കാരം. അൽ ഇസ്രാ വൽ മിറാജ് എന്നറിയപ്പെടുന്ന ഈ യാത്രയിൽ നബി ഉടലോടെ ആകാശത്തുപോയി ദൈവസാമീപ്യം അനുഭവിച്ച് തിരിച്ചെത്തിയെന്നും അതല്ല യാത്ര ഒരു ആത്മീയാനുഭവമായിരുന്നു എന്നും 2 പക്ഷമുണ്ട്. മുസ്ലിങ്ങൾക്കിടയിലെ സുന്നി വിഭാഗത്തിൽപ്പെട്ടവർ ഈ ദിനത്തിൽ പ്രത്യേക വ്രതാനുഷ്ഠാനവും പ്രാർത്ഥനകളും നടത്തിവരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും പരിശുദ്ധമായ റജബ് മാസത്തിൽ റജബ് 27-ന്റെ അന്ന് ആരെങ്കിലും നോമ്പെടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് 60 മാസക്കാലം നോമ്പെടുത്തതിൻ്റെ പ്രതിഫലം നൽകുമെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ജോലി തരൂ കൂലി തരൂ എന്ന മുദ്രാവാക്യമുയർത്തി തൊഴിലുറപ്പ് തൊഴിലാളികൾ വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ K. അജിത് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കഴിഞ്ഞ 1 വർഷത്തെ കൂലിവിഹിതം കാര്യമായി ലഭിക്കുന്നില്ലെന്നും നിലവിൽ തൊഴിൽ ദിനങ്ങൾ കിട്ടുന്നില്ലെന്നും അജിത് കുമാർ കുറ്റപ്പെടുത്തി. കൂലി കുടിശ്ശിക 1 മാസത്തിനകം ലഭ്യമാക്കിയില്ലെങ്കിൽ മുഴുവൻ തൊഴിലാളികളെയും അണിനിരത്തിക്കൊണ്ട് നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ അനിശ്ചിതകാല സമരം കോൺഗ്രസ് ഏറ്റെടുത്ത് നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയും കൗൺസിലറുമായ PN വൈശാഖ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. DCC സെക്രട്ടറി PJ രാജു, മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, ബ്ലോക്ക് സെക്രട്ടറിമാരായ ശശി മംഗലം, ഷാനവാസ് MH, ബാബുരാജ് കണ്ടേരി, കൗൺസിലർമാർ, തൊഴിലുറപ്പ് പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. എന്തെങ്കിലും മാർഗം വീട്ടിലുണ്ടെങ്കിൽ അവർ തൊഴിൽ കൊണ്ട് തൊഴിലുറപ്പ് പണിക്ക് വരില്ല. പക്ഷെ അവർ പ്രായമായിട്ട് ജോലി എടുക്കുന്നത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. വടക്കാഞ്ചേരി നഗരസഭ സെക്രട്ടറിക്ക് മാസം കഴിഞ്ഞ ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഇവിടെ അനിശ്ചിതകാല സമരം സർക്കാർ ജീവനക്കാർ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ആരുമില്ല എന്നുള്ളതുകൊണ്ടാണ്. ഈ തൊഴിലാളികളെ ജാഥയ്ക്കും ഇലക്ഷൻ കാലത്ത് നേരത്തെ ഫോട്ടോഷൂട്ട് എടുക്കാനും ഒക്കെയായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇവരെന്താ അടിമപ്പണി ചെയ്യുന്ന ആളുകളാണ്. സാജു മാത്യു സ്മാരക ജീവ ജീനിയസ് പുരസ്കാരം ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന്. പരിസ്ഥിതി പ്രവർത്തകനും മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജീവശാസ്ത്ര അധ്യാപകനുമായിരുന്ന സാജു മാത്യു മാസ്റ്ററുടെ അനുസ്മരണത്തിനായി ഏർപ്പെടുത്തിയ ജീവ ജീനിയസ് വിദ്യാലയ പുരസ്കാരമാണ് ചന്ദ്രാപിന്നി സ്കൂളിന് ലഭിക്കുക. ചെമ്മീൻ തോടിൽ നിന്ന് ബയോപ്ലാസ്റ്റിക് നിർമ്മിക്കുന്ന പദ്ധതിയാണ് പുരസ്കാരത്തിന് വിദ്യാലയത്തെ അർഹമാക്കിയത്. 10,001 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും AICTEയും ചേർന്ന് തെരഞ്ഞെടുത്ത രാജ്യത്തെ 39 സ്കൂളുകളുടെ ഇന്നവേറ്റീവ് ടീമിൽ ചന്ദ്രാപിന്നി സ്കൂളും ഇടം പിടിച്ചിരുന്നു. അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ട പദ്ധതിയാണ് ഉദ്യമോത്സവത്തിൽ സ്കൂൾ അവതരിപ്പിച്ചത്. വിദ്യാലയത്തിലെ ഫിസിക്സ് അധ്യാപികയായ ശാന്തി THന്റെ മാർഗനിർദ്ദേശത്തിൽ +2 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളായ നബിൽ നവാസ്, കീർത്തന KK, ഫരീദ സാലി എന്നിവരടങ്ങുന്ന സംഘമാണ് പദ്ധതി തയ്യാറാക്കിയത്. ജനുവരി 31-ന് സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ട്രസ്റ്റ് രക്ഷാധികാരിയും ദേശീയ അധ്യാപക അവാർഡ് ജേത്രിയുമായ M. പത്മിനി ടീച്ചർ അവാർഡ് സമ്മാനിക്കുമെന്ന് മാനേജിംഗ് ട്രസ്റ്റി സിമി മേരി സാജു അറിയിച്ചു. പ്ലാസ്റ്റിക് മാലിന്യ വിപത്തിനെതിരെ കുട്ടികൾ നടത്തുന്ന പ്രതിരോധമാണ് ജൈവ പ്ലാസ്റ്റിക് ഉൽപ്പന്നം എന്നും വിദ്യാർത്ഥികളിലെ ഗവേഷണ പദ്ധതിക്ക് നൽകുന്ന അംഗീകാരത്തിലൂടെ സാജു മാത്യു മാസ്റ്ററുടെ സ്മരണ നിലനിൽക്കുമെന്നും കമ്മിറ്റി അംഗങ്ങളായ AD ആൻഡ്രു, മേജർ PJ സ്റ്റൈജു, ലിനറ്റ് KK, ഷെജി ജോസ്, ഷീന CM എന്നിവർ പറഞ്ഞു. കേച്ചേരി MIC അല്ലമിൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2023-2025 കാലയളവിലെ നാഷണൽ സർവീസ് സ്കീമിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിക്കുള്ള അവാർഡിന് +2 വിദ്യാർത്ഥി അമീൻ അസ്ലം അർഹനായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് PA സാദിഖിൽ നിന്ന് അമീൻ പുരസ്കാരം ഏറ്റുവാങ്ങി. സാമൂഹിക പ്രതിബദ്ധതയും അർപ്പണബോധവും നേതൃത്വ പാഠവും
കാർഷിക മേഖലയിലുള്ള അഭിരുചിയുമാണ് അമീൻ അസ്ലമിനെ അവാർഡിന് അർഹനാക്കിയത്. 2024 ചൂണ്ടൽ പഞ്ചായത്തിന്റെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള പുരസ്കാരവും ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചിരുന്നു. കേച്ചേരി പട്ടിക്കര കരിപ്പാങ്കുളം ഷാജി സൽമ ദമ്പതികളുടെ മകനാണ്. സഹോദരി ഷിഫ തൃശൂർ മെഡിക്കൽ കോളേജ് DMLT ട്രെയിനിംഗ് വിദ്യാർത്ഥിനിയാണ്. സാമൂഹിക സേവനത്തിലൂടെ വ്യക്തിത്വ വികസനം എന്ന ലക്ഷ്യത്തിൽ വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് NSS. പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും ഊന്നൽ നൽകി വടക്കേക്കാട് പഞ്ചായത്തിന്റെ 2025-2026 വർഷത്തെ 5.5 കോടിയുടെ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. എന്റെ ഗ്രാമം ശുചിത്വ ഗ്രാമം എന്ന കാഴ്ചപ്പാടോടെ മാലിന്യ സംസ്കരണ പദ്ധതികൾ രൂപീകരിക്കും. തൊഴിൽ രഹിതരില്ലാത്ത ഗ്രാമം, നെൽകൃഷി, പച്ചക്കറി കൃഷി, മൃഗസംരക്ഷണം എന്നീ മേഖലകൾക്കും കരട് പദ്ധതിയിൽ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ സൗജന്യമായി ലഭിച്ച സ്ഥലത്ത് ഗവൺമെന്റ് LP സ്കൂളിന് കെട്ടിടം പണിയുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ആരോഗ്യമേഖലയിലും പദ്ധതികൾ ആവിഷ്കരിക്കും. ഞമനേങ്ങാട് സബ് സെന്ററിന് ലഭ്യമായ സ്ഥലത്ത് കെട്ടിട നിർമ്മാണത്തിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ജിൽസി ബാബുവിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ പദ്ധതി രേഖ അവതരിപ്പിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രുക്മിയ സുധീർ, ബ്ലോക്ക് മെമ്പർമാരായ തെക്കുമുറി കുഞ്ഞുമുഹമ്മദ്, ബിജു പള്ളിക്കര, വാർഡ് മെമ്പർമാർ, രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV അബ്ദുൾ റഷീദ് സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി അനിത രാമൻ നന്ദിയും പറഞ്ഞു. അനുദിനം തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ക്യൂ കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കണമെന്ന് ദേവസ്വം എംപ്ലോയീസ് ഓർഗനൈസേഷൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. ക്ഷേത്രത്തിൽ തിരക്കുള്ള സമയത്ത് കൊടിമരം വഴി കടത്തിവിടുന്നത് ഭക്തർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി സമ്മേളനം അഭിപ്രായപ്പെട്ടു. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ ട്രെയിൻ പുനഃസ്ഥാപിക്കുക, ദേവസ്വം പുതിയ സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ നിർമ്മിക്കുക, വനിതാ ജീവനക്കാർക്കായി ലേഡീസ് ഹോസ്റ്റൽ നിർമ്മിക്കുക, ദേവസ്വം ഓഫീസിൽ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തുക, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഓൺലൈൻ സംവിധാനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയം വഴി ഉന്നയിച്ചു. സമ്മേളനം ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് EK നാരായണനുണ്ണി അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി AV പ്രശാന്ത്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR സൂരജ്, ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, യൂണിയൻ സെക്രട്ടറി K രമേശൻ, ഏലംകുളം ഉണ്ണികൃഷ്ണൻ, KV വൈശാഖ്, K സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അറിയിപ്പ്. ചാലിശ്ശേരി പഞ്ചായത്തിൽ ക്ലർക്ക് തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഒഴിവുണ്ട്. SSLC അടിസ്ഥാന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. അവധിയിൽ പ്രവേശിച്ചിട്ടുള്ള ജീവനക്കാരി തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നത് വരെ മാത്രമായിരിക്കും നിയമനം ഉണ്ടാവുക. 18 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി. നിയമാനുസൃതമായ ഇളവുകൾ ബാധകമായ വിഭാഗങ്ങൾക്ക് ലഭിക്കും. പ്രവൃത്തി പരിചയം, കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ജനുവരി 31 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്ന് സെക്രട്ടറി അറിയിച്ചു. കടവല്ലൂർ പാടത്ത് റോഡിലും റോഡിനോട് ചേർന്ന തോട്ടിലുമായി മാലിന്യം തള്ളിയ സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ ഉടൻ സ്ഥാപിക്കുമെന്നും കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ പറഞ്ഞു. ഇതിനായി പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഫെബ്രുവരി 15-നകം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കി. സ്ഥലം സന്ദർശിച്ച ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു പ്രസിഡന്റ്. അക്രമപരമായ രീതിയിൽ ആളുകളെ ഉപദ്രവിക്കുന്ന രീതിയിൽ ചെയ്യുന്നതിന് മറ്റ് മാർഗങ്ങൾ നമ്മൾ കാണുന്നില്ല എന്നുള്ളതിനെ അതിൻ്റെ ഭാഗമായിട്ട് കാണാനുള്ളത്. കാവലിരിക്കുമ്പോൾ ഇവർ വരാറില്ല, കാവലിരുന്നിട്ടില്ലെങ്കിൽ അപ്പോൾ ഇവർ വന്നു പോകുന്നുണ്ട്. ഇത് വലിയ ഒരു ശൃംഖലയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാരകമായ രീതിയിൽ ആളുകളെ ഉപദ്രവിക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ കൂടി എടുത്തു പോകുന്നൊരു വിഭാഗമാണ് ഇത് ചെയ്യുന്നത്. ക്യാമറ വെച്ചുകൊണ്ട് അവരെ കയ്യിലെടുക്കുക, കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനാവശ്യമായ സംവിധാനം പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് 15-ാം തീയതിക്കുള്ളിൽ തന്നെ അതിൻ്റെ TS വാങ്ങിച്ച് ടെൻഡർ വെച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ ആവശ്യമായ സംവിധാനം ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനാവശ്യമായ നടപടികൾ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ IT വിഭാഗവും റോബോട്ടിക് വിഭാഗവും ചേർന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രദർശനമേള ടെക് എക്സ്പ്ലോറ 2K25 നടത്തി. ഡിജിറ്റൽ സംഗമത്തിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ J ബിൻസി നിർവഹിച്ചു.
റോബോട്ടുകളാണ് മുഖ്യാതിഥികളെ വേദിയിലേക്ക് സ്വീകരിച്ചതും സ്വാഗത പ്രസംഗം നടത്തിയതും. മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OAC, ഡോക്ടർ CL ജോഷി എന്നിവർ സംസാരിച്ചു. അധ്യാപകനായ വിജു P ജേക്കബ് നന്ദി പറഞ്ഞു. സ്കൂൾ IT വിഭാഗം മേധാവി പ്രസി MP, റോബോട്ടിക് വിഭാഗം മേധാവി അബ്ദുൾ സമദ് A എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പ്രദർശനം സന്ദർശിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സെന്റർ യൂണിറ്റിന്റെ 14ാം വാർഷിക പൊതുയോഗം നടന്നു. ജില്ലാ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ചെറളയം SCO ഹാളിൽ യൂണിറ്റ് പ്രസിഡന്റ് അന്നമ്മ ബെന്നി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി മേരി ഉതുപ്പ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ T മുഹമ്മദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വനിതാവേദി യൂണിറ്റ് കൺവീനർ ജബീന ജേക്കബ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KG പാറുക്കുട്ടി, ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ, ബ്ലോക്ക് സെക്രട്ടറി CG ജോബ്രാജ്, നോർത്ത് യൂണിറ്റ് പ്രസിഡന്റ് MA വേലായുധൻ, ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ VC ഗീവർഗീസ് എന്നിവർ സംസാരിച്ചു. യോഗത്തിന് ജോബ്സൺ എബ്രഹാം സ്വാഗതവും VT ശ്രീധരൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് VT ശ്രീധരൻ, സെക്രട്ടറി KK മുഹമ്മദ് ഉണ്ണി, ട്രഷറർ T മുഹമ്മദ് എന്നിവർ ഉൾപ്പെടുന്ന 21-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. സൗത്ത് യൂണിറ്റ് സെക്രട്ടറി T രാജഗോപാൽ വരണാധികാരിയായി. യോഗത്തിനുശേഷം അംഗങ്ങളുടെ വിവിധ കലാമത്സരങ്ങളുമുണ്ടായിരുന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ജനുവരി 30 മുതൽ ഫെബ്രുവരി 12 വരെ നടക്കുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന ക്യാമ്പയിന്റെ സംഘാടക വളണ്ടിയർമാർക്കുള്ള പരിശീലനം നടത്തി. പാടുകൾ നോക്കാം, ആരോഗ്യം കാക്കാം എന്ന സന്ദേശവുമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി സ്ത്രീ പുരുഷ വളണ്ടിയർമാർ വീടുകളിലെത്തി പരിശോധിച്ച് ആവശ്യമുള്ളവർക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്കായി എത്തിച്ച് സൗജന്യ ചികിത്സ നൽകുന്ന പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു പരിശീലനം. ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിശീലനത്തിന്റെ ഉദ്ഘാടനം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത നിർവഹിച്ചു. പബ്ലിക് ഹെൽത്ത് നഴ്സ് KM ഷമീന അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് C, VL ബിജു എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. മാള ഹോളി ഗ്രേസ് ക്യാമ്പസിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവത്തിൽ സ്കിറ്റ് മത്സരത്തിൽ പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിന് 1ാം സ്ഥാനം. ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെ ആസ്പദമാക്കിയായിരുന്നു സ്കിറ്റ്. കരിക്കാട് സ്വദേശി അബിൻ അഭിനയയുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. ഷഹബാന ഗഫൂർ, മുഫീദ, ഫാത്തിമ മെഹ്റ, ഹബീന റോസ്, നദാലിയ, റൈസ പർവീൻ, മറിയം ഫാത്തിമ, ഫാസി ഫാത്തിമ, ഫാത്തിമ KY എന്നിവരാണ് സ്കിറ്റിൽ ഉണ്ടായിരുന്നത്. വിജയികളായ ടീമിനെ പ്രിൻസിപ്പൽ J ഫരീദ, ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി, അധ്യാപകർ തുടങ്ങിയവർ ചേർന്ന് അനുമോദിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. IMA ഹാളിൽ നടന്ന യോഗത്തിൽ ക്യാപ്റ്റൻ ഡോക്ടർ ജു ഊക്കൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്ലാറ്റു മുഖ്യാതിഥിയായി. ഡോക്ടർ സനോജ്, ലയൺസ് ക്ലബ് പ്രസിഡന്റ് അപ്പുമോൻ, IMA പ്രസിഡന്റ് ഡോക്ടർ ഷമീർ സുലൈമാൻ എന്നിവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റായി ക്യാപ്റ്റൻ ഡോക്ടർ ജു ഊക്കൻ, സെക്രട്ടറി ഡോക്ടർ ജിജിൻ, ട്രഷറർ ഡോക്ടർ നജിമുദ്ദീൻ എന്നിവർ സ്ഥാനമേറ്റു. LDF നേതൃത്വം നൽകുന്ന കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാരും നേതാക്കളും പഞ്ചായത്തിന്റെ വികസന സെമിനാർ ബഹിഷ്കരിച്ചു. വെള്ളറക്കാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. സർവ്വമേഖലകളിലും കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി വൻ പരാജയമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. നിർഭാഗ്യവശാൽ കടങ്ങോട് പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി അടിസ്ഥാന വികസന കാര്യങ്ങളിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ കുടിവെള്ളത്തിന്റെ കാര്യം പരിശോധിച്ചാൽ, വെളിച്ചത്തിന്റെ കാര്യം പരിശോധിച്ചാൽ, റോഡുകളുടെ കാര്യം പരിശോധിച്ചാൽ, മാലിന്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിച്ചാൽ
ഈ വക കാര്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും മോശകരമായ ഒരു അവസ്ഥയാണ് ഈ പഞ്ചായത്തിനകത്ത് ഉള്ളത് എന്ന കാര്യം ഇടതുപക്ഷങ്ങൾ പോലും സമ്മതിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനങ്ങൾക്ക് അപ്പുറത്തുള്ള വസ്തുതയാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫുദ്ദീൻ പന്നിത്തടം അധ്യക്ഷനായി. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ ശിവരാമകൃഷ്ണൻ, TK ശിവശങ്കരൻ, UDF മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചിറമനേങ്ങാട്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദീപ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേക്കാട് KSSPU വാർഷിക സമ്മേളനം നായരങ്ങാടി PCM പ്ലാസയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. ലത്തീഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി PK റോസലി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം CA കൊച്ചുമാത്യു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KT ശ്രീനിവാസൻ, ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ, ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PV അബൂബക്കർ, ട്രഷറർ KC തോമസ് എന്നിവർ പങ്കെടുത്തു. ജോയിന്റ് സെക്രട്ടറി KA വിശ്വനാഥൻ സ്വാഗതവും TJ പുഷ്പം നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാമത്സരങ്ങളും അരങ്ങേറി. പുതിയ ഭാരവാഹികളായി K ലത്തീഫ് പ്രസിഡന്റ്, PK റോസലി സെക്രട്ടറി, ഗീത ശശി ട്രഷറർ, സുമ വനിതാ കൺവീനർ, ബീന സുധീർ സാംസ്കാരിക കൺവീനർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. സംഘടനയുടെ ഗുരുവായൂർ നോർത്ത് സെക്രട്ടറി MG നിമൽ കുമാർ വരണാധികാരിയായി. പോർക്കുളം പഞ്ചായത്തിൽ അംഗൻവാടി കുട്ടികൾക്കായി സംഘടിപ്പിച്ച മഴത്തുള്ളി 2025 കലോത്സവം ആവേശമായി. പഞ്ചായത്തിലെ 16 അങ്കണവാടികളിൽ നിന്നായി 188 പരം കുരുന്നുകളാണ് പങ്കെടുത്തത്. പാട്ട്, സംഘഗാനം, നാടോടി നൃത്തം, സിനിമാറ്റിക് ഡാൻസ്, ഫാൻസി ഡ്രസ്, വിവിധ നൃത്തങ്ങൾ, ഒപ്പന തുടങ്ങി ഒട്ടേറെ കലാപരിപാടികൾ കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചു. കുട്ടികളിലെ സർഗശേഷിയെ വളർത്തിയെടുക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പോർക്കുളം പഞ്ചായത്ത് അങ്കൺവാടി കലോത്സവം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ കലാമേള ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC കുഞ്ഞൻ, വാർഡ് മെമ്പർമാരായ രജനി പ്രേമൻ, വിജിത പ്രജി, KA ജ്യോതിഷ്, ബിജു കോലാടി, പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിഡ്, CDPO ഫെബ് റഹീം എന്നിവർ സംസാരിച്ചു. ICDS ഓഫീസർ അനിത സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി പരമേശ്വരൻ നമ്പൂതിരി നന്ദിയും പറഞ്ഞു. പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും ഫലകം നൽകി പഞ്ചായത്ത് അനുമോദിച്ചു. റേഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പോർക്കുളത്തെ റേഷൻ കടയുടെ മുൻപിൽ സംഘടിപ്പിച്ച ധർണ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ KB തമ്പി മാസ്റ്റർ, N രാധാകൃഷ്ണൻ മാസ്റ്റർ, KK മോഹൻ റോയ്, KA ജ്യോതിഷ്, CM അബ്ദുള്ളക്കുട്ടി, P പ്രവീൺ കുമാർ, K ശൈലജ, VR അനിൽദാസ് തുടങ്ങിയവർ സംസാരിച്ചു. അവിചാരിതമായി ഒരു മിണ്ടാപ്രാണിയുടെ ജീവൻ രക്ഷിക്കാനായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് പുലിയന്നൂർ സ്വദേശി കിഴൂർ മുട്ടിക്കൽ സിൻഡോ. വലയിൽ അകപ്പെട്ട മൂങ്ങയെ രക്ഷപ്പെടുത്തിയതിന് ശേഷമാണ് താൻ രക്ഷിച്ചത് അപൂർവ ഇനത്തിൽപ്പെട്ട മീൻകൂമനെയാണെന്ന് സിൻഡോയും തിരിച്ചറിയുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 4ഓടെയാണ് ഭീമൻ മീൻ കൂമൻ പുലിയന്നൂർ മുട്ടിക്കൽ ചിറയ്ക്ക് സമീപം പീടികപ്പറമ്പിൽ ബഷീറിന്റെ വീടിന്റെ മതിലിന് സമീപം കെട്ടിയിരുന്ന വലയിൽ കുടുങ്ങിയത്. പക്ഷികൾ വീടിന്റെ ജനൽച്ചില്ലയിൽ കൊത്തുന്നത് തടയാനായി കെട്ടിയ വലയിൽ കാൽ കുരുങ്ങി മതിലിലെ അഴികളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൂങ്ങ. കാക്കകളുടെ വലിയ ബഹളം കേട്ടാണ് വീട്ടുകാർ വലയിൽ കുടുങ്ങിയ നിലയിൽ പക്ഷിയെ കണ്ടെത്തിയത്. കാക്കക്കൂട്ടത്തിന്റെ ആക്രമണത്തിലും കാലിലുണ്ടായ മുറിവുകൾ മൂലവും തീരെ അവശനിലയിലായിരുന്നു മൂങ്ങ. മൂർച്ചയേറിയ നഖങ്ങളും കൂർത്ത കൊക്കുമുള്ള മൂങ്ങയെ കണ്ടാൽ ഒറ്റനോട്ടത്തിൽ പരുന്താണെന്നേ തോന്നൂ. ഭയപ്പെടുത്തുന്ന രൂപമുള്ളതിനാൽ തന്നെ വലയിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആരും ധൈര്യപ്പെട്ടില്ല. ഈ സമയത്താണ് ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന സിൻഡോ സംഭവം കാണുന്നത്. കൂടുതൽ ചിന്തിക്കാതെ പഴയ ഒരു തുണിക്കഷ്ണം കയ്യിൽ ചുറ്റി മൂങ്ങയുടെ അടുത്ത് ചെന്നു. ഭയപ്പാട് കാണിച്ച പക്ഷിക്ക് വെള്ളം കൊടുത്തതോടെ അല്പം ശാന്തനായി. തുടർന്ന് കത്രിക ഉപയോഗിച്ച് വല മുറിച്ചുമാറ്റി പക്ഷിയെ രക്ഷപ്പെടുത്തി. മുറിവുകളിൽ മരുന്നും വെച്ചുകെട്ടി. അരമണിക്കൂറോളം വിശ്രമിച്ച മൂങ്ങ ആരോഗ്യം വീണ്ടെടുത്തതോടെ പിന്നീട് പറന്നുപോയി. കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായ സിൻഡോ പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. പക്ഷികളോടുള്ള താൽപ്പര്യം കൊണ്ടു തന്നെയാണ് പിന്നീട് ഗൂഗിൾ ചെയ്ത് മൂങ്ങ ഏതിനത്തിൽപ്പെട്ടതാണെന്ന് കണ്ടെത്തിയത്. ഇന്ത്യയിൽ കണ്ടുവരുന്ന മൂങ്ങ ഇനങ്ങളിൽ വലിപ്പത്തിൽ 3-ാം സ്ഥാനമുള്ളവയാണ് ബ്രൗൺ ഫിഷ് ഔൾ എന്ന മീൻകൂമൻ. കേരളത്തിൽ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലും കാസർഗോഡ് ജില്ലയുടെ ചില പ്രദേശങ്ങളിലും മാത്രമാണ് ഇവയെ മുൻപ് കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സമീപത്ത് ഏറെ മീനുകളുള്ള പുഴ ഉണ്ടെങ്കിലും മീൻകൂമനെ ഈ പ്രദേശത്ത് കണ്ടത് അപൂർവതയാണെന്നും സിൻഡോ പറഞ്ഞു.
ജനവാസ മേഖലയിൽ രാത്രികാലങ്ങളിൽ കാട്ടുപന്നികൾ എത്തുന്നത് പ്രദേശവാസികളെ പരിഭ്രാന്തരാക്കുന്നു. കടവലൂർ വടക്കുമുറി റോഡിലാണ് തിങ്കളാഴ്ച രാത്രി 11:30-ഓടെ 7ഓളം കാട്ടുപന്നികൾ എത്തിയത്. കാറിൽ ഇതുവഴി വന്ന വടക്കുമുറി സ്വദേശികൾ ദൃശ്യം പകർത്തി. മേഖലയിൽ കൃഷിനാശം വിതയ്ക്കുന്ന പന്നികൾ ഇപ്പോൾ വഴിയാത്രക്കാർക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. പന്നികളെ വെടിവെച്ച് കൊല്ലുവാനുള്ള തീരുമാനം അധികൃതർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഇവർ പറഞ്ഞു. ചേർപ്പ് മുത്തുള്ളിയാലിലെ ഗ്ലോബൽ പബ്ലിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികൾ തലക്കോട്ടുകര സാന്ത്വനം റീഹാബിലിറ്റേഷൻ സെന്റർ സന്ദർശിച്ചു. കാരുണ്യത്തിന്റെ നന്മ തിരിച്ചറിയാൻ കുട്ടികളെ ശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഏകദിന യാത്രയ്ക്ക് റീഹാബിലിറ്റേഷൻ സെന്റർ തിരഞ്ഞെടുത്തത്. സ്കൂളുകളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പല സ്ഥലങ്ങളും കണ്ടെത്താറുണ്ട്. ഏകദിന ടൂറായി അതിരപ്പള്ളി, വയനാട്, മലമ്പുഴ തുടങ്ങിയ സ്ഥലങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ ആശയം പങ്കുവച്ചാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മാതൃക തീർത്തത്. പൊതുസമൂഹത്തിൽ നിരാലംബരായവരും ഉണ്ടെന്നും അവരുടെ വിഷമതകൾ കണ്ടറിയുന്നതിനൊപ്പം അവർക്ക് കൈത്താങ്ങാകാനും സഹായം നൽകാനും കഴിയണമെന്നുമുള്ള ബോധം കുട്ടികളുടെ മനസ്സിൽ വളർത്തിയെടുക്കുക എന്നതായിരുന്നു യാത്രയുടെ ലക്ഷ്യം. ഈ ആശയം സ്കൂൾ അധ്യാപിക പങ്കുവച്ചതോടെ PTA പ്രസിഡന്റ് TK ഷിഹാബും പച്ചക്കൊടി വീശി. തുടർന്ന് ഹയാത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിലെ സെക്രട്ടറി KK അബ്ദുള്ള ഹാജിയും ട്രഷറർ PV മുഹമ്മദ് ഹാജിയും ചേർന്നപ്പോൾ ഏകദിന യാത്ര കാരുണ്യത്തിന്റെ യാത്രയായി മാറി. തലക്കോട്ടുകര സാന്ത്വനം റീഹാബിലിറ്റേഷൻ സെന്ററിലെ അന്തേവാസികളെ കാണാനെത്തിയ വിദ്യാർത്ഥികളെ മാനേജർ ബഷീർ അഷ്റഫിയും ജീവനക്കാരും ചേർന്ന് സ്വീകരിച്ചു. കൈനിറയെ മധുര പലഹാരങ്ങളുമായാണ് കുട്ടികളെത്തിയത്. മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടതിന്റെയും സംരക്ഷിക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ചും മാനേജർ കുട്ടികൾക്ക് പറഞ്ഞു നൽകി. തുടർന്ന് കലാപരിപാടികളും അവതരിപ്പിച്ച ശേഷമാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. പുന്നൂർക്കുളം പരൂർ ശിവക്ഷേത്രത്തിലെ താഴേക്കാവിൽ ഭഗവതിയുടെ താലമഹോത്സവം ഫെബ്രുവരി 1 ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുന്നൂർക്കുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുലർച്ചെ 4 മണിക്ക് താലപ്പൊലിയും തുടർന്ന് രാവിലെ പൂജകളും അർച്ചനയും, ദേവിക്ക് പട്ടും താലിയും ചാർത്തൽ, നടക്കൽ, പറവെപ്പ്, മേളം എന്നിവ ഉണ്ടാകും. പൂജകൾക്ക് ക്ഷേത്രം ശാന്തി റനീഷ് മാഞ്ചിറക്കൽ നേതൃത്വം നൽകും. വൈകിട്ട് വിവിധ പൂരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം, കരിങ്കാളി, തിറ, പ്രാചീന കലാ നാടൻ രൂപങ്ങൾ, കാവടി, വിവിധ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി പൂരാഘോഷ വരവും ഉണ്ടാകും. തുടർന്ന് പയ്യപ്പന്തലിൽ കാളിദാരിക സംവാദത്തിന് ശേഷം മഹാഗുരുതി തർപ്പണത്തോടുകൂടി താലമഹോത്സവം സമാപിക്കും. ഭാരവാഹികളായ മോഹനൻ പൊലിയത്ത്, ശ്രീനിവാസൻ താണിശ്ശേരി, സുബ്രഹ്മണ്യൻ പൊലിയത്ത്, ചന്ദ്രൻ വള്ളിക്കാട്ടിരി, രവി പാറക്കാട്ട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുഭവനപുരം സഹകരണ സംഘം ഗുരുവായൂർ ബ്രാഞ്ച് ഓഫീസ് ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൈക്കാട് ജംഗ്ഷനിൽ രാവിലെ 10 മണിക്ക് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജൂബി T കുര്യാക്കോസ് ആദ്യ നിക്ഷേപം സ്വീകരിക്കും. സ്ട്രോങ് റൂം നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയനും ലോക്കർ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ SN ആരാധനയും ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് P മുകേഷ് കുമാർ, സെക്രട്ടറി KG രതീഷ്, KR ഷാജി, M ബിജേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഏരിയ സമ്മേളനം നടന്നു. സംഘടന രക്ഷാധികാരി KA അസീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് കൊള്ളനൂർ, ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഏരിയയുടെ പുതിയ ഭാരവാഹികളായി ബിനോയ് P മാത്യു പ്രസിഡന്റ്, കിഷോർ PB സെക്രട്ടറി, രഞ്ജിത്ത് MB ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. വെള്ളിത്തിരുത്തി ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഇന്റർനാഷണൽ ബുഡോക്കാൻ കരാട്ടെ ഗ്രേഡിംഗ് ടെസ്റ്റ് സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OAC, ബ്ലൂംബേർഡ്സ് ബദാനിയ സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി എന്നിവർ സംസാരിച്ചു. സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഷിഹാൻ അഷ്റഫ് കരിപ്പാലി, കരാട്ടെ ബുഡോക്കാൻ സ്റ്റേറ്റ് ട്രഷറർ ഷിഹാൻ KK സുരേഷ്, സെൻസായി മുസ്തഫ, അനു സർവാൻ, മിഥുൻ KR, ഗൗതം കൃഷ്ണ, അഹമ്മദ് അജ്മൽ, ശ്രീജിത്ത് KS, മുഹമ്മദ് ഷെരീഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കരാട്ടെ ഗ്രേഡിംഗ് ടെസ്റ്റ് നടന്നത്. 350ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിജയികളായ വിദ്യാർത്ഥികളെ മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകി അനുമോദിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7480 രൂപ, സ്വർണം പവന് 59,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 98 രൂപ.
ചരമം ചാലിശ്ശേരി കിഴക്കേ പട്ടിശ്ശേരി പാലഞ്ചേരി സരോജിനിയുടെ ഭർത്താവ് കാസർഗോഡ് എളത്തേരിത്തട്ട് പട്ടേരി വീട്ടിൽ രാമൻ മകൻ ചന്ദ്രൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ PC ഗംഗാധരന്റെയും ഗോപിനാഥ് പാലഞ്ചേരിയുടെയും സഹോദരി ഭർത്താവാണ് പരേതൻ. സംസ്കാരം ഷൊർണൂർ ചെറുതുരുത്തി ശാന്തിതീരം ശ്മശാനത്തിൽ നടന്നു. പെരുമ്പിലാവ് കൊടമുക്ക് താവളത്തിൽ ബീരാൻ ഭാര്യ ആമിന നിര്യാതയായി. 65 വയസ്സായിരുന്നു. കബറടക്കം പെരുമ്പിലാവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. സംല, സൈജ, ഫൈസൽ എന്നിവർ മക്കളാണ്. പോർക്കുളം തെക്കത്ത് വളപ്പിൽ അബ്ദുൾ ഷുക്കൂർ നിര്യാതനായി. 41 വയസ്സായിരുന്നു. സഫിയാണ് ഭാര്യ. സൂഫിയാൻ, സിയാന എന്നിവർ മക്കളാണ്. ഖബറടക്കം പോർക്കുളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. മണത്തല നേർച്ച വർണ്ണാഭം. നിരവധി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നേർച്ചയിലെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ച ജാറമംഗണത്തിലെത്തി കൊടിയേറ്റം നടത്തി. ആഘോഷത്തിൽ പങ്കാളികളാകുന്നത് ആയിരങ്ങൾ. CPM-നേക്കാൾ കൂടുതൽ വനിതാ നേതാക്കൾ ഉള്ളത് BJP-ക്കാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റായി നിവേദിത സുബ്രഹ്മണ്യൻ ചുമതലയേറ്റു. കാപ്പ നിയമം ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കരിക്കാട് സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടാരക്കുന്നത്ത് വീട്ടിൽ 30 വയസ്സുള്ള ഷിഹാബിനെയാണ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.